പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണ്. അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവിധാനത്തെക്കുറിച്ച് അൻവറിന് ധാരണയില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തുടർച്ചയായുള്ള അൻവറിന്റെ ആരോപണങ്ങളോടാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. അൻവർ പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബമാണ്. കരുണാകരനൊപ്പം DIC പിന്നീട് കോൺഗ്രസിൽ പോയില്ല. തുടർന്ന് പാർട്ടിയുടെ ഭാഗമായി. സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ല അൻവർ പ്രവർത്തിച്ചതെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകാൻ ഇതുവരെ അൻവറിന് കഴിഞ്ഞില്ല എന്നും വർഗബഹുജന സംഘടനകളിലും പ്രവർത്തിച്ചിരുന്നില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതുകൊണ്ട് പാർട്ടിയെക്കുറിച്ചോ നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല. അമർത്യ സെൻ ചൂണ്ടിക്കാട്ടിയ കേരള മോഡലിനെ ശക്തമാക്കുന്ന നടപടിയാണ് പാർട്ടിയും സർക്കാരും സ്വീകരിച്ചു പോകുന്നത്. ജനങ്ങളുടെ പരാതിയിൽ എല്ലായ്പ്പോഴും സർക്കാർ ഇടപെടുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം അൻവറിന്റെ പരാതിയെ കാണാനെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിനായി കഴിഞ്ഞ കുറേ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും അവർക്ക് അനുകൂലമായി എഴുതിക്കൊണ്ടിരിക്കുന്ന വാർത്താമാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളും പ്രചരണം നടത്തി വരികയാണ്. അത് ഏറ്റുപിടിച്ച് അവരുടെ വക്കാലത്തുമായി പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അൻവർ ചെയ്തിട്ടുള്ളത്. അൻവർ വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിൻ്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അൻവറിൻ്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെ കുറിച്ച് അയാൾക്ക് കാര്യമായി ധാരണയില്ല എന്ന് വ്യക്തമാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച PV അൻവർ നടത്തിയ അവസാനത്തെ പത്രസമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം സംഘടിപ്പിച്ചത് നമുക്കറിയുന്നതുപോലെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതിന് ശേഷം അദ്ദേഹം ഏതെല്ലാം കാര്യങ്ങളാണോ ശരിയായി വിശദീകരിച്ചത് അതിനെല്ലാം എതിരായിട്ടാണ്. അതാണ് കഴിഞ്ഞ സമ്മേളനത്തിലെ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവർ പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൻ്റെ അംഗമായിരുന്നു. K. കരുണാകരൻ DIC രൂപീകരിച്ച സന്ദർഭത്തിലാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം കോൺഗ്രസ് വിട്ടത്. DIC കോൺഗ്രസിലേക്ക് തിരിച്ചു പോയപ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു പോയില്ല. അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും സഹകരണത്തോടെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇത്രയും ഞാൻ പറയുന്നത് അദ്ദേഹം പാർട്ടിയുടെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന പറഞ്ഞ സാഹചര്യത്തിലാണ്. അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് വസ്തുത.